ഹായ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറം ക്ലോക്കുമായിട്ട് വലിയൊരു ഫൈറ്റൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ അതിരാവിലെ എഴുന്നേൽക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 2 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു എന്നതാണ് സത്യം. ലോകം ഉണരും മുമ്പേ ഉണരുക എന്നത് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരും 7 മണിക്ക് എഴുന്നേൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം വെറും 3 മണിക്കൂർ മാത്രമല്ല, അവരുടെ ജീവിത വിജയം കൂടിയാണ്. നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ദിവസവും 2 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം 1 മാസം, അതായത് 30 ദിവസം കൂടുതലാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് 2 ചോയ്സ് ആണുള്ളത്. ആദ്യത്തേത് ചുമ്മാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തേത് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ഉപേക്ഷിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതാണോ നിങ്ങൾ ഇന്ന് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ തേടി എത്തിയിരിക്കും. ചില ആളുകൾ പറയും, ഞാൻ രാത്രിയിൽ എത്ര സമയം വേണമെങ്കിലും ഉറക്കമില്ലാതെ ഇരുന്ന് പഠിക്കും, എഴുതും, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എനിക്ക് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് എനിക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു സംഗതി തികച്ചും തെറ്റാണ്. അതൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തരാം. നാളെ നിങ്ങൾക്ക് പുലർച്ചെ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് മടിയുള്ളവരാണ്. നിങ്ങൾക്ക് നാളെ ഒരു ട്രിപ്പ് പോകണം. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അലാറം അടിക്കും മുമ്പ് തന്നെ എണീറ്റിരിക്കും. പക്ഷെ ഒരു നോർമൽ ഡേയിൽ ആയിരിക്കുമ്പോഴോ? നിങ്ങൾക്ക് എത്ര തവണ അലാറം ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? വീണ്ടും വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട്? നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവം ഒരു വ്യക്തിയുടെ വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, കൂടാതെ എങ്ങനെ നമുക്ക് ദിവസവും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മടി കൂടാതെ എഴുന്നേൽക്കാനായിട്ടാവും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് ഗെറ്റ് ഓൺ എ സ്ലീപ്പ് ഷെഡ്യൂൾ. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ നല്ലൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാൻ പോവുകയും ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് എത്ര നേരം ഉറങ്ങണം എന്നത് തീരുമാനിക്കുക. ഒരു 6 തൊട്ട് 8 മണിക്കൂറൊക്കെയാണ് റെക്കോർഡർ ആയിട്ടുള്ള സമയം. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നേരത്തെ പോയി കിടക്കുകയും ചെയ്യുക. ഈ ഒരു ഉറക്ക സമയം എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. ഇനി അവധി ദിവസങ്ങളിൽ ആണെങ്കിൽ പോലും ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് അലാറത്തിന്റെ ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എണീറ്റിരിക്കും. അടുത്തതായി നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് രാവിലെ അലാറം അടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അത് സ്നൂസ് ചെയ്ത് വെക്കുന്നത്, അല്ലേ? ഒരു 5 മിനിറ്റ് കൂടി കിടന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലാറം സ്നൂസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിടക്കും. സോ ഈ എഴുന്നേറ്റിട്ട് പിന്നീടുള്ള 5 മിനിറ്റ് നേരത്തെ കിടപ്പുണ്ടല്ലോ, അതിനെ സ്ലീപ്പ് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ അലാറം സ്നൂസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കുറച്ചു നേരം കൂടി കിടക്കുന്നത് ഡേ ടൈമിലെ ഉറക്കം വരുന്നതിന് കാരണമാകും. നിങ്ങളുടെ പെർഫോമൻസ് കുറയ്ക്കും. മൊത്തത്തിൽ ആ ദിവസം മുഴുവൻ ഒരു ക്ഷീണം തോന്നാനായിട്ട് ഇത് കാരണമാകും. നമ്മൾ ചിലരോട് ചോദിക്കാറില്ലേ, എന്താ നിനക്ക് ഇന്നൊരു ഉഷാറില്ലാത്തതെന്ന്? അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം ഉള്ളവരാണെങ്കിൽ അലാറം വെക്കുമ്പോൾ ബെഡിന്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരെയായിട്ട് വെക്കുക. നിങ്ങൾക്ക് എഴുന്നേറ്റ് പോയാൽ മാത്രമേ അലാറം ഓഫ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന രീതിയിൽ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപ്രൂവ് യുവർ ബെഡ് ടൈം റൊട്ടീൻ. ഉറങ്ങാൻ പോകുമ്പോൾ ഉള്ള നിങ്ങളുടെ ശീലങ്ങളും നിങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതും അതേപോലെ തന്നെ ഫോൺ, ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താനായിട്ട് കാരണമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് കിടക്കുന്നതിന് 6 മണിക്കൂർ മുമ്പായിട്ട് മാത്രം ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുക. കൂടാതെ ഫോണും ലാപ്ടോപ്പും ഒക്കെ കിടക്കുന്നതിന് തൊട്ട് മുൻപായി ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ പകൽ സമയത്ത് കുറേ നേരം കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ ബെഡിൽ കാര്യമാണ് മേക്ക് ഡിന്നർ ലൈറ്റ്. രാത്രിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും രാത്രിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ചില ആളുകൾ രാത്രിയാവും കൂടുതൽ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ അത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും. അതുകൊണ്ട് ശരിയായ ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാനായിട്ടും കഴിയില്ല. നേരെ മറിച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യും, ഉറക്കം ഇമ്പ്രൂവ് ചെയ്യും, മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഭയങ്കര ഹെവി ആയിട്ട് ഡിന്നർ കഴിക്കരുത്. എന്ന് വെച്ച് രാത്രിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. രാത്രിയിൽ എന്തായാലും ഭക്ഷണം കഴിക്കുക തന്നെ വേണം.
പക്ഷെ കുറച്ച് കഴിക്കുക. അതുപോലെ രാത്രിയിലെ ഭക്ഷണത്തിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കുന്നത് ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ആയിരിക്കണം. അടുത്ത കാര്യമാണ് സ്ട്രോങ് മോർണിംഗ് റൊട്ടീൻ. ഒരു നല്ല മോർണിംഗ് റൊട്ടീൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. 6 മണിക്കാണ് ബസ്. അപ്പോൾ നിങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. പെട്ടെന്ന് തന്നെ റെഡി ആവാനും തുടങ്ങും. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. രാവിലെ എണീറ്റിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? പ്ലാനിങ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്കറിയാം ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അല്ലാതെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പലർക്കും എന്താ സംഭവിക്കാന്നറിയാവോ? അലാറം കേട്ട് 4 മണിക്കൊക്കെ എണീക്കും. എന്നിട്ട് ചിന്തിക്കും, എന്തിനാ ഇപ്പൊ ഞാൻ 4 മണിക്ക് എണീറ്റത്? പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും. എന്നാൽ രാവിലെ എണീക്കുമ്പോൾ ചെയ്യേണ്ടത് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എക്സർസൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ, യോഗ ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ എന്ത് വേണേലും ആകാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ലക്ഷ്യം നേടാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴായാലും ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതൊന്ന് മറികടന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നാറുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. പണ്ടുകാലത്തുള്ളവർ പറയാറുണ്ട്, അതായത് സൂര്യൻ ഉദിക്കും മുമ്പ് ഉണരണമെന്ന്. അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നു മാത്രമല്ല, നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കും എന്നതുകൂടിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കുക എന്ന കാര്യം അതൊരു വിഷയമായിരിക്കില്ല. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.